അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശപ്പ് കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട്. കഠിനമായ വിശപ്പായിരിക്കും അവർക്ക്. എവിടെ? മഹ്ശറയിലെത്തുമ്പോൾ. മഹ്ശറ വൻ സഭയിൽ അവർക്ക് കഠിനമായ വിശപ്പായിരിക്കും. അങ്ങനെ ഒരു വിശപ്പ് അനുഭവപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാണെന്നറിയോ? അവർ ഇഹലോകത്ത് മറ്റുള്ള ജനങ്ങളുടെ മുമ്പിൽ വയറ് നിറച്ചിട്ട് ഇങ്ങനെ ഏമ്പക്കമിട്ട് നടക്കുന്ന ആളുകൾ. നാലാളെ കാണുമ്പോൾ ഒരു ഏമ്പക്കമിടല. അങ്ങനത്തെ ഒരു ഏമ്പക്കമിട്ട് വിടുന്നൊരു സ്വഭാവം, തീട്ടുക എന്നൊക്കെ പറയും അതിന്, ഒരു വലിയ തേട്ടല. അങ്ങനത്തെ ആ സ്വഭാവക്കാർക്ക് മഹ്ശറയിലെത്തുമ്പോൾ കഠിനമായ വിശപ്പായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അതിൽ പണ്ഡിതനും പാമരനും ഒക്കെ പെട്ടിട്ടോ, എല്ലാവരും പെട്ട്. ഇത് എല്ലാ കൂട്ടത്തിലുള്ളവർക്കും ഈ സ്വഭാവമുണ്ട്. ഒരുവിധം ആളുകൾക്കൊക്കെ ഈ സ്വഭാവമുണ്ട്. വിശപ്പൊന്നും ഇല്ലാതെ തന്നെ വയറ് നിറച്ച് തിന്നുക, എന്നിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഞാൻ നല്ല നിറച്ചിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏമ്പക്ക വിടുക. അല്ലെങ്കിൽ വെറുതെ പറയും, ഇന്ന് ബിരിയാണിയും പിന്നെ ഒക്കെ കൂടിയായിട്ട് എൻ്റെ വയറ് ദമ്മായി, ഇന്നിപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെ പറയും. അങ്ങനൊന്നും പറയാൻ പാടില്ല. അല്ലാഹു തആല കൊടുത്ത ഭക്ഷണമല്ലേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ കിട്ടിയത്. അതിന് അൽഹംദുലില്ലാ എന്ന് പറയണം. ഏമ്പക്കം വിടാൻ ഉണ്ടെങ്കിൽ അത് വെല്ല വിടണം. കൈ വായ പൊത്തിയിട്ട് ശബ്ദമില്ലാതെ കെയ്യുന്നതും ശബ്ദമില്ലാതെ ആണ് ഏമ്പക്കം വിടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉള്ള ഹദീസിൽ ഹസ്രത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. മിസ്കാത്ത് എന്ന കിതാബിൽ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ഇരട്ട മുഖമുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അമ്മാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഇരട്ട മുഖമുള്ള ഒരു കൂട്ടരെക്കുറിച്ച്. അവർ ജനങ്ങൾക്കിടയിൽ ഒരു കൂട്ടരെ പുകഴ്ത്തി പറയും. എന്നിട്ട് അവരുടെ മുമ്പിൽ നിന്ന് പോയാൽ മറ്റൊരു കൂട്ടരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരെ പറ്റി താഴ്ത്തി പറയും, അവരെ പുകഴ്ത്തി പറയും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുന്നത് ഇത് ഏഷണിയല്ല, പക്ഷേ എന്താണ്, ഇരട്ടത്താപ്പ് എന്നാണ് പറയുക. അങ്ങനത്തെ ഇരട്ടത്താപ്പ് സ്വഭാവമുള്ള ഒരു കൂട്ടരുണ്ട്. ഹസ്രത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇഹലോകത്ത് രണ്ട് മുഖങ്ങളുമായിട്ട് നടക്കുന്നവൻ പരലോകത്ത് എത്തുമ്പോൾ അവൻ്റെ നാവ് തീക്കട്ടയായിട്ട് മാറുന്നതാണ്, അഗ്നിയായിട്ട് മാറുന്നതാണ്. അവൻ നാവുണ്ട് നീട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കാണില്ല, അവർ തീക്കട്ട നീട്ടുന്ന മാതിരിയാണ്. അല്ല, നാവാവും അങ്ങനെ തീൻ്റെ കട്ടായിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഇരുമ്പൊക്കെ ഇങ്ങനെ പഴുത്തിങ്ങനെ നിൽക്കുന്നത് കാണുന്നില്ലേ, അങ്ങനെ അതേമാതിരി അവൻ്റെ നാവുണ്ട് നീട്ടുമ്പോൾ അവൻ തീക്കട്ടയാണ്, തൊള്ളയിലൊരു തീക്കട്ടയുടെ നാവാണ് ഇരിക്കുന്നതായിട്ട് അനുഭവപ്പെടുക, മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. ഈ ശിക്ഷ ഈ ഇരട്ടമുഖമുള്ളവർക്ക് അള്ളാഹു നൽകുന്നതാണ്. ഇതൊക്കെ മഹ്ശറയിൽ കാണുന്ന സംഭവങ്ങൾ കേട്ടോ. മഹ്ശറയിൽ പലവരെയും പല രീതിയിലാണ് നമ്മൾ കാണുക. എല്ലാവരും ഒരു രീതിയിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതല്ല, പല ആളുകളെയും പല രീതിയിലാണ് നമ്മൾ മഹ്ശറയിൽ കാണപ്പെടുക. അതാണല്ലോ മഹ്ശറ നിവാസികൾക്ക് മഹ്ശറയിൽ നിൽക്കുന്ന അവസരത്തിൽ ഒരു കൂട്ടർ പറന്നു പോകുന്നതായിട്ട് കാണിക്കപ്പെടും എന്ന് പറഞ്ഞത് അത് ശുഹദാക്കളാണ്. ശുഹദാക്കൾ മറ്റുള്ളവർ ചോദിക്കപ്പെടും, അപ്പോൾ പറയപ്പെടും അത് ശുഹദാക്കളാണ് എന്ന് പറയും. ഭൂമിയിൽ ഷഹീദായവരാണ് അവർ, പറന്ന് കിളികളെ പോലെ പാറി പറന്ന് നടക്കുമെന്നാണ് പറയുന്നത്. സന്തോഷവാന്മാരായിട്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല.